CPIM നേരിടുന്ന വെല്ലുവിളികൾ തുറന്നു പറഞ്ഞ് കെ ശൈലജ ടീച്ചർ. പാർട്ടിയിൽ ആത്മപരിശോധനകളും തിരുത്തലുകളും അനിവാര്യം. പാർട്ടിക്കുള്ളിലും കേരള രാഷ്ട്രീയത്തിലും പുതിയ ചർച്ചകൾക്ക് തുടക്കമിട്ട കെ ശൈലജ. UDF ഭരണത്തിലേറി ഒരു മാസം തികഞ്ഞിട്ടും CPIMലെ ചർച്ചകൾ അവസാനിച്ചിട്ടില്ല. CPIMന്റെ 100% വിജയം പ്രതീക്ഷിച്ചിടത്താണ് വൻ വിജയത്തോടെ UDF അധികാരത്തിലേറിയത്. ഇപ്പോഴിതാ കേരള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെക്കുന്ന വിമർശനങ്ങളുമായി രംഗത്തെത്തിയിരിക്കുകയാണ് CPIM കേന്ദ്ര കമ്മിറ്റി അംഗവും മുൻ മന്ത്രിയുമായ കെ ശൈലജ ടീച്ചർ. സമീപകാല തിരഞ്ഞെടുപ്പ് പരാജയങ്ങൾക്കു പിന്നിലെ കാരണങ്ങൾ തുറന്നു പറഞ്ഞുകൊണ്ടാണ് ഇത്തവണ ശൈലജ ടീച്ചർ എത്തിയിരിക്കുന്നത്. പാർട്ടിക്കുള്ളിലെ സംഘടനാ ദൗർബല്യങ്ങളും പ്രവർത്തന വീഴ്ചകളും അവർ അക്കമിട്ട് ചൂണ്ടിക്കാട്ടി. ചിന്താവാരികയിൽ പ്രസിദ്ധീകരിച്ച ലേഖനത്തിലാണ് കെ ശൈലജ ടീച്ചർ ചില ചോദ്യോത്തരങ്ങൾ അക്കമിട്ട് നിരത്തിയത്. സമരങ്ങൾക്കും ജനകീയ ഇടപെടലുകൾക്കും ശക്തി പകരുന്ന സംഘടനാ പ്രവർത്തനം പാർട്ടിയുടെ വിവിധ തലങ്ങളിൽ പിന്നോക്കം പോയെന്നാണ് അവർ പറയുന്നത്. ബ്രാഞ്ച് കമ്മിറ്റികളുടെയും ലോക്കൽ കമ്മിറ്റികളുടെയും പ്രവർത്തനം വേണ്ടത്ര ശക്തമല്ലെന്നും വർഗ സമരത്തിന് കൂടുതൽ ഊന്നൽ നൽകുന്ന സംഘടനാ ചിട്ടകൾ പുനഃസ്ഥാപിക്കണമെന്നും ശൈലജ എടുത്തു പറയുന്നുണ്ട്. തീർന്നില്ല. പ്രവർത്തകരുടെയും നേതാക്കളുടെയും പെരുമാറ്റം, ഭാഷാശൈലി, ജീവിത രീതി എന്നിവയും വിമർശന വിധേയമാക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടു. തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് അംഗീകരിച്ച് തിരുത്താൻ തയ്യാറാകണമെന്നും അവർ പ്രത്യേകം ചൂണ്ടിക്കാട്ടുന്നുമുണ്ട്. മാത്രമല്ല, ഇടതുപക്ഷത്തിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ ഉണ്ടായ വോട്ടു ചോർച്ച ഗൗരവമായി പരിശോധിക്കണമെന്നും കെ ശൈലജ ആവശ്യപ്പെട്ടു. തെറ്റിദ്ധാരണകളുടെയും നുണപ്രചരണങ്ങളുടെയും സ്വാധീനത്തിൽ ചിലർ ഇടതുപക്ഷത്തിൽ നിന്ന് അകന്നുപോയിട്ടുണ്ടെന്നും അവരെ തിരിച്ചു കൊണ്ടുവരാൻ പാർട്ടി ശ്രമിക്കണമെന്നും അവർ പറയുന്നു. പാർട്ടി വിട്ട് UDFനൊപ്പം മത്സരിച്ച് വിജയിച്ച മുൻ ഇടതുപക്ഷ നേതാക്കളെ പരാമർശിച്ചുകൊണ്ടാണ് ഈ വിലയിരുത്തൽ. അടുത്ത വിഷയം മതമാണ്. ഈ വിഷയത്തിലും തക്കതായ കാരണങ്ങൾ അവർ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഈ വിഷയത്തിൽ ശൈലജ ടീച്ചർ വ്യക്തമായ നിലപാടാണ് മുന്നോട്ട് വെച്ചതും. മതവിശ്വാസങ്ങളെയും ആരാധനാലയങ്ങളെയും സംരക്ഷിക്കുന്നതിൽ ഇടതുപക്ഷം എപ്പോഴും മുൻനിരയിലാണെന്നും ഒരു മതവിഭാഗത്തെയും ആക്രമിക്കുന്നതോ അവരുടെ ആരാധനാലയങ്ങൾ നശിപ്പിക്കുന്നതോ ഇടതുപക്ഷ നയമല്ലെന്നും അവർ തുറന്നു പറഞ്ഞു. എന്നിട്ടും ഇടതുപക്ഷം മതവിരുദ്ധരാണെന്ന പ്രചരണത്തിൽ ചിലർ വിശ്വസിക്കുന്നുവെന്നത് തിരഞ്ഞെടുപ്പ് ഫലങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നതായും അവർ കൂട്ടിച്ചേർത്തു. അതേസമയം പുതുതലമുറയെ സമീപിക്കുന്നതിൽ പാർട്ടിക്ക് സംഭവിച്ച വീഴ്ചയും കെ ശൈലജ ടീച്ചർ തുറന്നു പറയുന്നുണ്ട്. 2016 8 വയസ്സുണ്ടായിരുന്ന ഒരു കുട്ടി ഇന്ന് വോട്ടവകാശമുള്ള പൗരനായി മാറിയെന്ന് ഓർമ്മിപ്പിച്ച അവർ പുതിയ തലമുറയുടെ ചിന്തകളും പ്രതീക്ഷകളും ഇടതുപക്ഷം കൂടുതൽ സൂക്ഷ്മമായി മനസ്സിലാക്കേണ്ടതുണ്ടെന്നും ചൂണ്ടിക്കാട്ടി. കേരളം കൈവരിച്ച നേട്ടങ്ങളെയും ഇടതുപക്ഷ സർക്കാർ യുവജനങ്ങൾക്കായി നടപ്പാക്കിയ പദ്ധതികളെയും പുതിയ തലമുറയിലേക്ക് ഫലപ്രദമായി എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നാണ് ശൈലജ ടീച്ചർ പറഞ്ഞു വെക്കുന്നത്. സോഷ്യൽ മീഡിയയിലും പുതിയ മാധ്യമങ്ങളിലും സംഭവിച്ച മാറ്റങ്ങൾ ഉൾക്കൊണ്ട് ജൻസിയുടെ ഭാഷയിൽ അവരുമായി ആശയവിനിമയം നടത്തുന്നതിൽ പാർട്ടി പിന്നിലായെന്നും അവർ വിമർശിച്ചു. സംഘടനാ ദൗർബല്യം, വോട്ടു ചോർച്ച, യുവജനങ്ങളുമായുള്ള അകലം, നുണപ്രചരണങ്ങളുടെ സ്വാധീനം, ഇങ്ങനെ പാർട്ടി നേരിടുന്ന വെല്ലുവിളികൾ തുറന്നു പറഞ്ഞുകൊണ്ടുള്ള കെ ശൈലജയുടെ ഈ ആത്മവിമർശന ലേഖനം CPIMനകത്തും കേരള രാഷ്ട്രീയത്തിലും വലിയ ചർച്ചകൾക്ക് വഴിവെക്കുകയാണ്. ഏതായാലും ശൈലജ ടീച്ചർ എണ്ണി പറഞ്ഞ ഓരോ കാര്യങ്ങളും ഇടതുപക്ഷം ആഴത്തിൽ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. CPIMന്റെ സംഘടനാ പ്രവർത്തനങ്ങളിലെ ഈ വീഴ്ചകളും വോട്ടു ചോർച്ചയും പുതുതലമുറയുമായുള്ള അകലവും തുറന്നു പറഞ്ഞുകൊണ്ടുള്ള കെ ശൈലജ ടീച്ചറുടെ വിമർശനം പാർട്ടിക്കുള്ളിലെ ദൗർലഭ്യമായാണ് വിലയിരുത്തപ്പെടുന്നത്. സംഘടനാ ശക്തി വീണ്ടെടുക്കുക, തെറ്റിദ്ധാരണകൾ മാറ്റുക, യുവജനങ്ങളുമായി കൂടുതൽ ഫലപ്രദമായി സംവദിക്കുക എന്നീ നിർദ്ദേശങ്ങളിലൂടെ ഭാവിയിലെ രാഷ്ട്രീയ പോരാട്ടങ്ങൾക്ക് പാർട്ടി തയ്യാറാകണമെന്ന സന്ദേശമാണ് ശൈലജ ടീച്ചർ മുന്നോട്ട് വെക്കുന്നത്. ഈ വിമർശനങ്ങളും നിർദ്ദേശങ്ങളും CPIMന്റെ ഭാവി രാഷ്ട്രീയ നീക്കങ്ങളെ എത്രത്തോളം സ്വാധീനിക്കുമെന്നതാണ് ശ്രദ്ധേയമാകുന്ന കാര്യം.